രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടെന്ന് കോൺഗ്രസിൽ ധാരണ. രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് നിയമോപദേശം ലഭിച്ചു. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ BJP വിജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, അപ്പോൾ അതാണ് കാരണം. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും, ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ BJP ജയിക്കും. അപ്പോൾ അതിനുവേണ്ടി രാഹുലിനെ ചുമക്കുക അല്ലേ? കാരണം ഇത്രയധികം മുതിർന്ന നേതാക്കൾ സമ്മർദ്ദം ചെലുത്തിയിട്ടും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുന്ന സാഹചര്യം അത് ഒഴിവാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും നേതൃത്വത്തിൻ്റെ തീരുമാനം എന്നുള്ളതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് രാഹുൽ രാജിവെക്കണമെന്നുള്ളത് പല നേതാക്കളും, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ പോലും ആവശ്യപ്പെട്ടതാണ്. പക്ഷേ UDF-ൻ്റെ ഒരു വിലയിരുത്തലിലേക്ക്, ചർച്ചയിലേക്ക് വരുമ്പോൾ നിലവിൽ ഒരു രാഹുൽ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായാൽ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് കോൺഗ്രസിന് വ്യക്തമായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ഒരു നിയമോപദേശം നേരത്തെ കോൺഗ്രസ് നേടിയിരുന്നു. അതിന് ലഭിച്ച മറുപടിയിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ലഭിച്ചത്. തുടർന്ന് അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ നിലവിലത്തെ സാഹചര്യത്തിൽ പാലക്കാട് BJP വിജയിച്ചു കയറുമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രത്യേകിച്ചുള്ള വിലയിരുത്തൽ. അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ് ഏത് സാഹചര്യത്തിലായാലും ശരി, എത്ര വിമർശനം കേട്ടാലും ഇനി രാഹുലിനെ ചുമക്കുക എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നതിലേക്ക് പോയിരിക്കുന്നത്, UDF തീരുമാനിച്ചിരിക്കുന്നതിലേക്ക് പോയിരിക്കുന്നത്. ഇതിൽ കോൺഗ്രസിൻ്റെ ഉള്ളിലെ മാത്രം തീരുമാനമല്ല ഇത് വന്നിരിക്കുന്നതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. സഖ്യകക്ഷികളടക്കമുള്ളവർ ഇക്കാര്യത്തിൽ ആ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ UDF വഴി സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്, അങ്ങനെ വന്നാൽ BJP വിജയിച്ചു കയറും, BJP പാലക്കാട് വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അലയൊലികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഈ നേതാക്കൾ നൽകിയിരുന്നു. ഇതിൻ്റെ എല്ലാം കൂടി അടിസ്ഥാനത്തിലാണ് തൽക്കാലം രാഹുലിനെ ചുമക്കുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് പോയിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം വന്നപ്പോൾ ആദ്യം പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി മുന്നിട്ടിറങ്ങിയത് BJP ആണ്. ഇപ്പോൾ രാഹുലിൻ്റെ ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഹൂ കേസ് എന്ന് പറയുന്ന ആ ഡയലോഗ് ഒരു കോഴിയുടെ രൂപത്തിലൊക്കെ ചിത്രമൊക്കെ ഉണ്ടാക്കി അതോടൊപ്പം തന്നെ കോഴികളുമായി രാഹുലിൻ്റെ ഓഫീസിലേക്കൊക്കെ മാർച്ച് നടത്തുന്ന സാഹചര്യം, അങ്ങനെ വലിയ പ്രക്ഷോഭത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ BJPയും യുവമോർച്ചയും മഹിളാ മോർച്ചയും ഒക്കെ നേതൃത്വം നൽകുന്ന സാഹചര്യമുണ്ടായി. മുൻപുള്ള MLA-മാരുടെയും CPM നേതാക്കളുടെയും ഒക്കെ അവർക്കൊക്കെ എതിരെ ഉയർന്നിട്ടുള്ള ലൈംഗിക പീഡന ആരോപണങ്ങളിൽ കൃത്യമായി ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച CPM-ന് ഒരു ഘട്ടത്തിൽ പോലും രാഹുലിന്റെ വിഷയത്തിൽ കോൺഗ്രസിനെ UDF-നെ രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന ധാരണയിലേക്ക് എത്തുന്നത് കോൺഗ്രസ് പാർട്ടി ഒന്നാകെ അല്ലല്ലോ, 3-4 പേർ ചേർന്ന് തീരുമാനമെടുക്കുന്നു. പക്ഷെ അത് പാർട്ടിക്കുള്ളിൽ ഉണ്ടാക്കാൻ പോകുന്ന അലയൊലികൾ. ഇപ്പോൾ ഉമാ തോമസിനെ പോലെയുള്ള നേതാക്കൾ ആവർത്തിച്ച് രാഹുലിൻ്റെ രാജി എന്നുള്ള കാര്യത്തിൽ ആ ഒരു നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് വനിതാ നേതാക്കൾ പാർട്ടിയുടെ ഒരു തീരുമാനം ആദ്യഘട്ടത്തിൽ വരുമെന്ന് ഉറപ്പായപ്പോൾ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയും VD സതീശനെയും പോലെയുള്ള നേതാക്കളൊക്കെ ഈ ആദ്യഘട്ടത്തിൽ രാഹുലിൻ്റെ രാജി എന്നുള്ളൊരു നിലപാടിലേക്ക് പോയിരുന്നു. പിന്നീടാണ് ഈ നേതാക്കൾക്ക് മനംമാറ്റം വന്നത്. പക്ഷേ ഈ രാഹുലിൻ്റെ രാജി എന്നുള്ള നിലപാടിലേക്ക് പോയ സമയത്ത് അതിൽ വിശ്വസിച്ച് പരസ്യമായി രാഹുൽ രാജിവെക്കണം, പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുൽ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടത് ഉമാ തോമസിനെയും ബിന്ദു കൃഷ്ണയും പോലെയുള്ള നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. അവർക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം വനിതാ നേതാക്കൾ എന്ന് പോലും നോക്കാതെ കോൺഗ്രസിൻ്റെ തന്നെ അണികൾ അഴിച്ചുവിടുന്ന സാഹചര്യവും ഉണ്ടായി. അങ്ങനെ കോൺഗ്രസിൽ വലിയൊരു ഭിന്നത ഈ വിഷയത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു ലൈംഗികാരോപണം ഉയർന്നൊരു നേതാവിനെതിരെ ഗർഭചിത്രമടക്കം ഒരു യുവതിയെ നിർബന്ധിച്ച് ചെയ്യിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണവും അതിന് ശക്തമായ തെളിവുകളുമുള്ള ഒരു നേതാവിനെ സംരക്ഷിക്കരുതെന്നാണ് വനിതാ നേതാക്കളുടെ നിലപാട്. പക്ഷേ അതിനെ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി പേടിച്ച്, BJP-യെ പേടിച്ച് ആ നിലപാടിൽ നിന്ന്, അത്തരമൊരു തീരുമാനമെടുക്കുന്നതിൽ നിന്നും ഇപ്പോൾ കോൺഗ്രസ് പിന്നോട്ട് പോവുകയാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമെന്ന നിയമോപദേശം കൂടി ലഭിച്ച സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്നു, നിയമസഭാ സമ്മേളനം അടുത്ത് നിൽക്കുന്നു, അതിനുശേഷം പൊതു തെരഞ്ഞെടുപ്പും അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ തങ്ങൾക്കുണ്ടാകുന്ന വലിയ രാഷ്ട്രീയമായ തിരിച്ചടി ഭയന്നുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് പോയിരിക്കുന്നത്. അതിന് ഈ UDF-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് UDF-ൻ്റെ വിലയിരുത്തൽ തന്നെ BJP വിജയിച്ചു കയറുമെന്നുള്ളതാണ്. ആ ഒറ്റ കാര്യം കൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ച കടുത്ത നിലപാടിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. രാഹുൽ തൽക്കാലം രാജിവെക്കില്ല. ആദ്യഘട്ടം മുതൽ തന്നെ രാഹുലിൻ്റെ രാജി ഉടൻ ഉണ്ടാകുമെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തപ്പോഴും ജനൻ TV കൃത്യമായി പറഞ്ഞിരുന്നു രാഹുൽ ആ ഘട്ടത്തിൽ ഒന്നും രാജിവെക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഇതാ ഈ രീതിയിലും കോൺഗ്രസിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് സംരക്ഷിച്ചു നിർത്തുകയാണ്. അതിൽ കോൺഗ്രസ് ശക്തമായ ഒരു ധാരണയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത്, ഉറപ്പുള്ളൊരു ധാരണ
ധാരണയിലേക്ക് രാഹുൽ രാജിവെക്കില്ല എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതും ജനൻ TV റിപ്പോർട്ട് ചെയ്യുകയാണ്. ആശയക്കുഴപ്പങ്ങളല്ല ഇപ്പോഴുള്ളത്. കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ഒരു ധാരണ എത്തിയിരിക്കുന്നു. ഈ വിവാദങ്ങൾ എന്തു തന്നെയായാലും തൽക്കാലം രാഹുലിനെ ചുമക്കുക. തിരഞ്ഞെടുപ്പിൽ നേരിടുന്ന വലിയൊരു തിരിച്ചടിയെ നേരിടാനുള്ള ശേഷി കോൺഗ്രസിനില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. കാരണം ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അക്കാലത്ത് നടന്ന 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ 4 എണ്ണത്തിലും കോൺഗ്രസ് തന്നെയാണ് വിജയിച്ച് കയറിയത്. അത് തൃക്കാക്കരയിലാണെങ്കിലും ശരി, പുതുപ്പള്ളിയിലാണെങ്കിലും ശരി, അങ്ങനെയുള്ള എല്ലാ ഇടങ്ങളിലുമൊക്കെ വിജയിച്ച് കയറിയത് കോൺഗ്രസ് ആണ്. പക്ഷേ ഇനി ഈ പറയുന്ന പോലെ പാലക്കാട് പോലൊരു ഉപതെരഞ്ഞെടുപ്പിൽ നിലവിൽ നിർണായകമായിരിക്കുന്ന ഒരു സമയത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന തിരിച്ചടി അത് തുടർ തെരഞ്ഞെടുപ്പുകളെയൊക്കെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിനും UDF-നും മറിച്ചൊരു അഭിപ്രായമില്ല. ഈ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചേർന്ന് വരുന്ന വിവാദങ്ങളിൽ ഇടയ്ക്ക് മുസ്ലിം ലീഗ് അടക്കം പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പഴയ ഐസ്ക്രീം വിവാദമടക്കം പൊതുസമൂഹത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ മുസ്ലിം ലീഗിന് വരെ അതൃപ്തിയൊക്കെ ഉണ്ടായ സാഹചര്യമാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ UDF-ൽ നിന്ന് ഒറ്റക്കെട്ടായി അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ രാഹുലിന്റെ രാജി വേണ്ട എന്നുള്ളൊരു ധാരണയിലേക്ക് പോകുന്നത്. ഇത് സംഘടനാപരമായ പാലക്കാട് MLA സ്ഥാനം രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അവിടെ BJP ജയിക്കും. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിന് BJP പേടി. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.